91 സങ്കീർത്തനം 4 വാക്യം. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും, തന്റെ ചിറകിന്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ചിറകുകളെ കുറിച്ച്, ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ചു വരുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് തുടർന്നുള്ള സമയത്ത് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കൂ. ഇന്നത്തെ വചന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവത്തിന് ചിറകുണ്ടോ? ദൈവത്തിന് തൂവലുകളുണ്ടോ? ചിറകുള്ളതും തൂവലുകളുള്ളതും പക്ഷിയല്ലേ? ആമേൻ. പക്ഷി എന്ന അർത്ഥത്തിലല്ല, ദൈവം പക്ഷി വർഗത്തിൽപ്പെട്ട ഒരാള് എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ഒരു സംരക്ഷണയുടെ ദൈവമക്കൾക്ക് മറവിടമാകുന്ന ഒരു ചിറകിനെ കുറിച്ച് സദൃശ്യമായിട്ട്, ഉപമയായിട്ട് അത്രേ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 വ്യത്യസ്ത നിലകളിലുള്ള ദൈവിക അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നാം ചിന്തിപ്പാൻ പോകുന്നത്. ഒന്നാമത്തെ ചിന്ത 36 സങ്കീർത്തനം 7 വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചിറക് ശരണത്തിന്റെ ചിറകാണ്. അതുകൊണ്ടല്ലേ 57 സങ്കീർത്തനം 1 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്നെ ശരണം പ്രാപിക്കുകയാണ്. അവൻ ആപത്തുകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി സങ്കീർത്തനക്കാരുടെ ജീവിതത്തിൽ അടുത്തു വന്നപ്പോൾ അവർ എന്താണ് ചെയ്തത്? സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിറകിന്റെ നിഴലിൽ അവർ ശരണം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 61 സങ്കീർത്തനം അതിന്റെ 4 വാക്യത്തിലും ശരണത്തിന്റെ ചിറക് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു സങ്കേത നഗരത്തിൽ ആമേൻ അഭയാർത്ഥിയായി ഓടി വരുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ സംഹാരകനിൽ നിന്ന്, രക്തപ്രതികാരകനിൽ നിന്ന് രക്ഷ നേടുവാൻ മരണം വരെയും അവിടെ അഭയം പ്രാപിക്കുന്നത് പോലെ സങ്കേത നഗരമായ ശരണത്തിന്റെ ചിറകായ യേശുവിൽ ശരണം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇന്നത്തെ ദിവസം സഹായിക്കട്ടെ. രണ്ടാമത്തെ ചിറക് രൂത്തിന്റെ പുസ്തകം 2 അധ്യായം 12 വാക്യം. അവിടെ ആശ്രയത്തിന്റെ ചിറക് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ശപിക്കപ്പെട്ട മോവാബിൽ കിടന്ന് രൂത്ത് അവൻ പരിശുദ്ധാത്മാവിന്റെ നിഴലായ നൊവോമി എന്ന് പറയുന്ന ആ സ്ത്രീയോട് ചേർന്ന് നിന്ന് പറയുകയാണ്: നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്, നിന്റെ ജനം എൻ്റെ ജനമാണ്. നീ മരിച്ച് അടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. ആമേൻ. മരണത്താൽ അല്ലാതെ നമ്മെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര് എന്ന് വിളിച്ചു ചോദിക്കുന്നത് പോലെ രൂത്ത് നൊവോമിയോട് ചേർന്ന് നിന്ന് പറയുകയാണ്: അവൻ ശരണത്തിന്റെ ചിറകിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ബോവസ് അത് തന്നെയാണ് അവളോട് പറയുന്നത്: ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ നിഴലിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. അവൻ ശപിക്കപ്പെട്ട മോവാബിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ബേത്ലഹേമിൽ എത്തിച്ചേർന്ന, അല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിറകിന്റെ നിഴലിൽ ആശ്രയിച്ച അവളെ ദൈവം അനുഗ്രഹിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലെ 1-ാമത്തെ പേജായ മത്തായി സുവിശേഷത്തിന്റെ പേജിൽ തന്നെ അവളുടെ പേര് രേഖപ്പെടുത്തുകയാണ്. യേശുവിന്റെ വംശാവലി പട്ടികയിൽ യേശുവിന്റെ വല്യമ്മച്ചിയാകുവാനുള്ള ഭാഗ്യം, ബോവസിന്റെ ഭാര്യയാകുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യ പദവി, ആ വയലിന് ഉടമയാകുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ, ഓബേദിന്റെ അമ്മയാകുവാനുള്ള, ഇസ്രായേൽ ചരിത്രത്തിൽ അവളുടെയും പേരിൽ ഒരു ബൈബിളിൽ പുസ്തകം എഴുതത്തക്ക നിലകളിൽ സ്വർഗത്തിലെ ദൈവം അവളെ അനുഗ്രഹിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വ്യക്തമായി പറയുന്നു: ദൈവത്തിൽ ആരാശ്രയിച്ചിട്ടുണ്ടോ, ദൈവത്തിന്റെ ചിറകിന്റെ നിഴലിൽ ആരെ ആശ്രയിച്ചിട്ടുണ്ടോ, അവരെയൊക്കെയും ദൈവം അനുഗ്രഹിച്ച ചരിത്രം വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 118 സങ്കീർത്തനം 8 വാക്യം: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറെ നല്ലതാണ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ നമുക്ക് ആശ്രയത്തിന്റെ ചിറകായ സർവശക്തന്റെ നിഴലിൽ ഇന്ന് ആശ്രയിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും
സഹായിക്കുമാറാകട്ടെ. 63-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആനന്ദിപ്പിക്കുന്ന ചിറക്, അവിടെ സന്തോഷിപ്പിക്കുന്ന ചിറകിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന സമയത്ത്, ഈ പ്രസംഗം, ഈ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത്, ആമേൻ, കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ, ആമേൻ, കൂരിരുളിന്റെ താഴ്വരയിലൂടെ, മരണനിഴലിന്റെ താഴ്വരയിലൂടെ, ഏതെങ്കിലും ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ, വിലാപത്തിന്റെ, വേദനയുടെ, സങ്കടത്തിന്റെ ആഴക്കടലിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഈ ചിറകെന്ന് പറയുന്നത് അത് സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന, ഉല്ലാസം തരുന്ന, അവിടുത്തെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലതു ഭാഗത്ത് പ്രമോദങ്ങളും ഉണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, ആമേൻ, ഈ ദൈവത്തിന്റെ ആനന്ദിപ്പിക്കുന്ന, സന്തോഷിക്കുന്ന ആ ചിറകിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ആമേൻ. 4-ാമത് ദൈവത്തിന്റെ ചിറകിന്റെ പ്രത്യേകത 17-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിലാണ്. അവിടുന്ന് മറയ്ക്കുന്ന ചിറകിനെ, ഒളിപ്പിക്കുന്ന ചിറകിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ 3 നിലകളിലുള്ള ഒളിപ്പിക്കലിനെ കുറിച്ച് വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം, ആ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ, അവൻ മുകളിലേക്ക്, അവൻ ഒറ്റുകാരായ 2 പേരെ കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ചണത്തുണ്ടുകളുടെ ഇടയിൽ അവരെ ഒളിപ്പിച്ചു വെക്കുകയാണ്. ആമേൻ. അത് രാഹാബ് മറ്റുള്ളവർ, ആമേൻ, ഒളിപ്പിക്കുന്നതിനെയാണ് കാണുന്നത്. ആമേൻ. യോശുവയുടെ പുസ്തകം തന്നെ 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാഹാബ് അവരോട് പറയുന്ന, ആമേൻ, ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ നിന്നും വേഗം പുറപ്പെട്ടു പോയിക്കൊള്ളുക. പട്ടണത്തിൽ, ആമേൻ, നിങ്ങളെ അന്വേഷിച്ചു പോയവർ മടങ്ങി വരുന്നതിന് മുമ്പ് നിങ്ങൾ പർവ്വതത്തിൽ കയറി സ്വയം ഒളിച്ചിരിക്കണം. ഒന്നാമത്, ആമേൻ, അവരെ രാഹാബാണ് ഒളിപ്പിക്കുന്നതെങ്കിൽ 2-ാമത് അവർ സ്വയം ഒളിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർ നമ്മെ എത്ര തന്നെ ഒളിപ്പിച്ചാലും, നാം സ്വയം എത്ര തന്നെ ഒളിച്ചാലും അതിനൊക്കെ പഴുതുണ്ട്, അതിനൊക്കെ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്, ശത്രു കണ്ടുപിടിച്ച് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 3-ാമത്തെ ഒളിപ്പിക്കൽ എന്ന് പറയുന്നത് യിരെമ്യാവിന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എഴുത്തുകാരനായ ബാരാക്കിനെയും പ്രവാചകനായ യിരെമ്യാവിനെയും മറ്റുള്ളവരെയും സ്വർഗത്തിലെ ദൈവം ഒളിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം സ്വയം ഒളിക്കുന്നതിനേക്കാൾ, മറ്റുള്ളവർ നമ്മെ ഒളിപ്പിക്കുന്നതിനേക്കാൾ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒളിപ്പിക്കുന്നത് എത്ര അനുഗ്രഹമായ പദവിയാണ്. അതിന് ആരെയും നമ്മെ കണ്ടുപിടിക്കുവാൻ, ഒരു ശത്രുവിനും, ലോകം, പാപം, പിശാച്, ദുഷ്ടഘോര ശത്രു നമ്മെ തൊടാത്ത നിലകളിൽ 91-ാം സങ്കീർത്തനത്തിൽ അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലും, ആമേൻ, നമ്മെ ഒളിപ്പിക്കുന്ന, നമ്മെ മറയ്ക്കുന്ന, ആമേൻ, തിരുനിവാസത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മറവിടത്തിനായി, അത് ഒളിപ്പിക്കുന്ന, മറയ്ക്കുന്ന ദൈവത്തിന്റെ ചിറകിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 5-ാമത്തെ ദൈവത്തിന്റെ ചിറകെന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ്. അത് വഹിക്കുന്ന ചിറകാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പുറപ്പാട് 19:4, മിസ്രയീമിൽ നിന്ന് എൻ്റെ ജനത്തെ ഞാൻ എൻ്റെ ചിറകിന്മേലാണ് വഹിച്ചു കൊണ്ടുവന്നത്. എന്നാൽ സ്തോത്രം, ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ വഹിച്ചു എന്ന് രേഖപ്പെടുത്തുകയാണ്. നമ്മെ വഹിക്കുന്ന ഒരു ചിറകുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പുറത്തിരത്തി പറക്കുന്നത് പോലെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പുരാതനനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കീഴെ ശാശ്വത ഭുജങ്ങളാൽ നമ്മെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരുതൽ ഓർത്ത്, ദൈവത്തിന്റെ നമ്മെ വഹിക്കുന്ന കൃപകൾ ഓർത്ത് ദൈവത്തിന് എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ് അടുത്ത ദൈവത്തിന്റെ ചിറകിന്റെ പ്രത്യേകത കാണുവാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, സ്തോത്രം, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുവാനിടയായി തീരും. രോഗശാന്തിയുടെ ചിറകാണ്. എന്നെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആത്മീകമായിട്ടോ ഏതെങ്കിലും നിലയിൽ അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, രോഗത്താൽ വലയുന്ന വ്യക്തികളാണെങ്കിൽ, ആമേൻ, സ്വർഗത്തിലെ ദൈവം
ഇങ്ങനെ പറയുന്നു, രോഗോപശാന്തിയുടെ ചിറക് അഥവാ രോഗശാന്തിയുടെ ചിറക് ദൈവത്തിന്റെ വകയാണ്. അവിടുന്ന് വചനമയച്ച് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം. ആമേൻ. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. അതുകൊണ്ട് ആമേൻ, രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അവിടുത്തെ ചിറകിനോട് ചേർന്ന് ഒന്ന് ആമേൻ ഇരിക്കുവാൻ തയ്യാറാകുമോ? ഒടുവിലത്തെ ചിറക്, ആമേൻ, ഒടുവിലത്തെ ചിറകിന്റെ പ്രത്യേകത മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കൂട്ടിച്ചേർക്കുന്ന ചിറകാണ്. ആമേൻ, സ്തോത്രം. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ശത്രുവായവൻ പറന്ന് വരുമ്പോൾ അവൻ ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ, ചേർത്ത് വെക്കുന്നത് പോലെ, ശത്രുക്കൾ കാണാതെ അവൻ ചിറകിന്റെ കീഴിൽ മറച്ചു വെക്കുന്നത് പോലെ, യെരൂശലേമേ, നിന്നെ എത്രയോ വട്ടം ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു. ശത്രുക്കൾ കടന്നു വരുമ്പോൾ, ദുഷ്ടപിശാച് കടന്നു വരുമ്പോൾ, ഏതെങ്കിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, സൂക്ഷിക്കുന്നത് പോലെ, ഒളിപ്പിക്കുന്നത് പോലെ, സ്തോത്രം, നമ്മെ കൂട്ടിച്ചേർക്കുന്ന ഒരു ചിറകുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ, യാക്കോബും തന്റെ മക്കളും അവർ കനാൻ നാട്ടിൽ കിടക്കുകയാണ്. എന്നാൽ ഇളയവനായി യോസഫ് എവിടെയാണെന്നറിയാമോ? അവൻ മിസ്രൈമിൽ കിടക്കുകയാണ്. അവൻ കൂട്ടിച്ചേർക്കുന്ന ചിറക് എന്നുള്ള വിഷയത്തിൽ കാക്കയെറിഞ്ഞ കല്ല് പോലെ ചിതറിക്കിടക്കുന്ന യാക്കോബിന്റെയും അവന്റെ മക്കളെയും ആമേൻ ഗോശേൻ ദേശത്ത് കൊണ്ടുവന്ന് ദൈവം കൂട്ടിച്ചേർത്തെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ദൈവം പറയുന്നു, അവിടുന്ന് കൂട്ടിച്ചേർക്കുന്ന ദൈവമാണ്. ഒന്ന്, അവൻ ശരണത്തിന്റെ ചിറകാണെങ്കിൽ, രണ്ടാമത്തെ ചിറക് ആമൻ സ്തോത്രം ആശ്രയത്തിന്റെ ചിറകാണ്. മൂന്നാമത്തെ ചിറക് ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ചിറക്. നാലാമത്തെ ചിന്ത ആമൻ നമ്മെ മറയ്ക്കുന്ന ചിറക്. ആമൻ അഞ്ചാമത്തെ ചിറക് അവൻ വഹിക്കുന്ന ചിറകാണ്. രോഗശാന്തിയുടെ ചിറകാണെങ്കിൽ ഏഴാമത്തെ പ്രത്യേകത അവൻ കൂട്ടിച്ചേർക്കുന്ന ചിറകാണ്. ഈ ദൈവത്തിന്റെ ചിറകിൽ 91-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നമ്മെ മറയ്ക്കുവാൻ, അവിടുത്തെ ചിറകിന്റെ കീഴിൽ നാം ശരണം പ്രാപിക്കുവാൻ ആമൻ ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, വചനം കേട്ട എല്ലാവരെയും ഈ ആമൻ വചനം വെച്ച് തന്നെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ രോഗികളാണ് ണെങ്കിൽ അവരെ ദൈവം സൗഖ്യമാക്കണമേ. ആ ചിറകിന്റെ കീഴിൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെയും, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെയും, സ്വർഗത്തിലെ ദൈവം അവരെ മറയ്ക്കുന്നതിനായി ദൈവത്തിന്റെ ആശ്രയിച്ചു വന്ന രൂത്തിനെ മാനിച്ച ദൈവം, ആമേൻ, സംരക്ഷിക്കുന്ന ദൈവം, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സന്തോഷിപ്പിക്കുന്ന ദൈവം, ഹല്ലേലൂയ, മാത്രമല്ല ശരണത്തിന്റെ ചിറക് കൊടുത്ത് ദൈവം അവരെ പരിപാലിക്കുന്നതിനായി, മാനിക്കുന്നതിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതിനായും സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രസംഗം കേൾക്കുന്നതെങ്കിൽ പോൾസ് മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാളെ മറ്റൊരു മെസ്സേജുമായി വീണ്ടും കാണും വരെയും കർത്താവ് അവിടെയും ഇവിടെയും നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.